വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പാട്ട് പാടിയ ഈ ഉസ്താദ് മരണത്തെയും ഖബറിനെയും മഹ്ശറിനെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന, അതേക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഗാനം ആലപിച്ച യുവ പണ്ഡിതൻ ഹാഫിദ് നഈം ഫൈസി. ഇദ്ദേഹവും കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ, സ്വർഗം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. ഹാഫിദാണ്, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ യുവ പണ്ഡിതനാണ്. വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന പണ്ഡിതൻ. അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും എഴുതിയത് വായിക്കാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ട് നിൽക്കാൻ തന്നെ വളരെ രസമാണ്, മനോഹരമാണ്. ആ ഖിറാഅത്തിൽ മറ്റുള്ളവർ ലയിച്ചു പോകും. അത്രത്തോളം മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ മനഃപ്പാടമാക്കിയ യുവ പണ്ഡിതനാണ്. അതിനൊക്കെ പുറമെ അദ്ദേഹം ഒരു മാദിഹ് റസൂൽ കൂടിയാണ്. മുത്തുനബിയുടെ മദ്ഹുകൾ പാടിപ്പറയുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടി അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു യുവ പണ്ഡിതൻ കൂടിയായിരുന്നു ഹാഫിദ് നഈം ഫൈസി. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായത്. ഒരു പള്ളിയിൽ ഖത്തീബായി സേവനം ചെയ്തു വരുന്നതിനിടെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് പറ്റുന്നത്. ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ, കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. വളരെയേറെ സങ്കടം തോന്നിയ, വേദനിപ്പിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അടുത്ത ഞായറാഴ്ചയാണത്ര അദ്ദേഹം സനദ് വാങ്ങേണ്ടിയിരുന്ന, ഫൈസി ബിരുദം വാങ്ങേണ്ടിയിരുന്ന ദിവസം. ഏതൊരു മുത്തഅല്ലിമിൻ്റെയും ഏതൊരു ഉസ്താദിൻ്റെയും സ്വപ്നമാണ്, ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. കുറേ കാലം 8 വർഷം അല്ലെങ്കിൽ 10 വർഷം 12 വർഷമൊക്കെ പഠിച്ച് അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി ആ ഒരു സനദ് വാങ്ങുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത്, അതിനുവേണ്ടി കാത്ത് നിൽക്കുന്ന യുവ പണ്ഡിതനാണ്. അത് അടുത്ത ആഴ്ച, അടുത്ത ഞായറാഴ്ച അത് കയ്യിൽ കിട്ടാൻ, അത് വാങ്ങാൻ വേണ്ടി പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്നും ഉസ്താദുമാരുടെ കയ്യിൽ നിന്നും ആ ഒരു സനദ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന, അത് സ്വപ്നം കണ്ട് നിൽക്കുന്ന പണ്ഡിതനാണ് കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായത്. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. 1-2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ വിവാഹം സ്വപ്നം കണ്ട് ജീവിതത്തിൽ വളരെയേറെ നല്ലൊരു സമയം അദ്ദേഹത്തിന് സനദ് വാങ്ങാൻ അടുത്തിരിക്കുന്നു. അദ്ദേഹം കോളേജിൽ നിന്ന് ഇറങ്ങി ഖത്തീബായി ഒരു മഹലിൽ സേവനം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സനദ് വാങ്ങുന്ന ദിവസം എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം അടുത്തെത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത്. അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ ഖദാണ്. മരണം അങ്ങനെയാണല്ലോ. അത് എപ്പോഴാണ്, ആർക്കാണ്, എവിടെ വെച്ചാണ്, എങ്ങനെ സംഭവിക്കുമെന്നൊന്നും ആർക്കും പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. അള്ളാഹു സ്വർഗം നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാട്ട്, ഇത് അദ്ദേഹത്തിൻ്റെ അവസാന ഗാനമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഖബറിനെ കുറിച്ചും മഹ്ശറിനെ കുറിച്ചൊക്കെയുള്ള, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു ഗാനം അദ്ദേഹം അവസാനമായി പാടിയ പാട്ടാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മരണത്തെക്കുറിച്ച് പാട്ടുപാടി, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, മറ്റുള്ളവരെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായത്. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ മരണമൊന്നും എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്നല്ലെങ്കിൽ നാളെ നമ്മുടെയും മരണം സംഭവിക്കും. അള്ളാഹു ഈമാനോടുകൂടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയും മേൽ തണ്ണീരാതും ചേർത്ത് മണ്ണിനാലെ അടവാക്കും വീടവിനെ ബാരിലേ. കനമേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും ഖബർ ബഹുജോരിലേ. മറമാടും ഖബർ ബഹുജോരിലേ. പരൻ വിരിച്ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടില്. ഖബറെന്ന ഭയങ്കര വീട്ടില്